ദുർഗന്ധം വമിക്കുന്ന തരത്തിലുള്ള ആളുകളെ ഞാൻ കണ്ടു. ഭയങ്കര നാശം. ഞാൻ ചോദിച്ചു, മൻ ഹൗലാ, ഇതാരാണെന്ന് ചോദിച്ചു. നബിയെ, വ്യഭിചാരം നടത്തിയിരുന്ന ആളുകളാണ് ഇവരെന്ന് എന്നോട് അവർ പറഞ്ഞു തന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചരിച്ചിരുന്ന ആളുകൾക്ക് ഭയങ്കര നാറ്റായിരിക്കുന്ന മഹ്ശറയിലേക്ക് വരുമ്പോ അത്ര ആൾക്കാർ പരിസരത്തുണ്ടെങ്കിൽ അപ്പ അറിയാം, അള്ളാഹു ഹലാലാക്കി നിക്കാഹ് ചെയ്യാതെ അല്ലെ നിക്കാഹ് ചെയ്തിട്ട് പിന്നെ വ്യഭിചാരത്തിലേക്ക് പോയ മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വലിയ ഒരു ഏറ്റവും വലിയ ഡേഞ്ചർ ഇതാ. എന്നൊക്കെ വേള് പറയേണ്ട വിഷയം ഇതാ. ഇതന്നെ എങ്ങനെ വേള് പറയാം? വ്യഭിചാരത്തിന്റെ കഥ മാത്രം പറഞ്ഞാൽ അതൊരു തരത്തിലുള്ള വൈകാരിക ചിന്തകൾ ഉണ്ടാക്കൂലേ? അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ട്. ഒരാൾ അത് പറഞ്ഞു, വ്യഭിചാരത്തെ പറ്റി അതിന്റെ വിഷയങ്ങളൊന്ന് വേള് പറയണമെന്ന്. പക്ഷെ അത് ഖുർആന്റെ വിഷയം. ഖുർആൻ അതിന്റെ ഇടയിലൂടെ പറയുള്ളൂ. അത് മാത്രം പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്ത ഫുള്ളിതല്ലേ വരിക? അങ്ങനെ ചിന്തിക്കാൻ പറ്റൂലല്ലോ. വേള് പറയുന്ന ആൾക്കാർ ഇത് ചിന്തിപ്പിക്കാനല്ലല്ലോ പറയേണ്ടത്. നമ്മൾ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാൻ അവസരം ഉണ്ടാക്കും. നമുക്ക് അങ്ങനെ അത് മാത്രം നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ തോന്നുക, അവളുടെ തടി ഇങ്ങനെ ഞാപ്പ തരക്കേടില്ലല്ലോ എന്ന് അവൾക്ക് തോന്നി തുടങ്ങി. ഒരു ചെറുപ്പക്കാരന് ഒരു 15, 16, 14, 12, 13 ആയിക്കോട്ടെ വയസ്സ്, അത് വിഷയമല്ല. അവന് തോന്നാണ് ഒരു പെണ്ണിനെ കാണുമ്പോൾ ആ കുട്ടിക്ക് വൈകാരികമായ ഒരു ചിന്തയോ തോന്നലോ തന്റെ ഓപ്പോസിറ്റ് ജെൻഡറിനെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ? ഇവരൊക്കെ പിന്നെ ശരിക്കും മൊത്തം മനുഷ്യന്മാരായിക്കണമെന്ന ഷറ കണക്കാക്കുക. 30, 40, 20 വയസ്സുള്ള ആളുകളെ കാണുന്ന പോലെ ഷറ അവരെ കാണുക. അവരുടെ തിന്മകൾക്ക് കുറ്റം അവരനുഭവിക്കേണ്ടി വരും, അതിന് ശിക്ഷയുണ്ട്. അങ്ങനെ വളർന്നാൽ പിന്നെ ആയിന ബാംഗ്ലൂരും മറ്റും അവിടെയും ബോംബെയിലൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ പിന്നെ മക്കൾക്ക് വ്യഭിചാരമൊക്കെ ഹലാലാന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയിലാണ് അന്നത്തെ ക്യാമ്പസുകളൊക്കെ കിടക്കുന്നത്. എന്തൊരു ഡേഞ്ചറാണ്. യാ അല്ലാഹ്. നാറ്റത്തോടുകൂടെ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. നിങ്ങൾ ആരും നമ്മൾ അങ്ങനെ വല്ല മിസ്റ്റേക്കും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ? ആരും കൈവക്കണ്ട, ആരോട് ചോദിക്കുക. നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരോടും പറയും ചെയ്യരുത്. ഒരു തെറ്റങ്ങനെ സംഭവിച്ചാൽ ഒരാളോടും പറയരുത്. നിങ്ങളും റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. ഒരാളോടും ഈ വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. ഒരു തിന്മ അങ്ങനെ സംഭവിച്ചു പോയാൽ അള്ളാഹുവിന്റെ മുമ്പിൽ താണുകേണ് കരഞ്ഞ് തൗബ ചെയ്ത് പടച്ചവനെ എനിക്ക് മാപ്പാക്കി തരണമെന്ന് പറയാം. വ്യഭിചാരത്തിന്റെ വിഷയത ആ ചെയ്യുന്ന നേരത്ത് സാഹചര്യം കൊണ്ട് അടിമപ്പെട്ട് വ്യഭിചരിച്ചു. പക്ഷെ ആ പെണ്ണിനെ കാണുമ്പോ ഇവന് പിന്നീട് തോന്നൽ എന്താ? യാ റബ്ബേ, ഇവളെ കൊണ്ടാണല്ലോ ഞാൻ തെറ്റ് ചെയ്ത്, ഇവളത് പടച്ചോനെ ഇവനാണല്ലോ എന്നെ പഴിപ്പിച്ചത്. ഇതാണ് തിന്മയുടെ പ്രത്യേകത. അത് സങ്കടം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഓർക്കുന്തോറും സങ്കടം ഉണ്ടാക്കി തുടങ്ങും. ആർക്കും അത് രസം തോന്നൂല. അത് സ്വന്തം ഭാര്യയിൽ നിക്കാഹിലൂടെ ഒരു മനുഷ്യൻ സമീപിക്കേണ്ട വിഷയമാണത്. യാ അള്ളാഹ്, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ആരോടും പറയരുത്. തിന്മ നിങ്ങളും പടച്ചോനും മാത്രം അറിഞ്ഞാൽ മതി. അത് ആരോടും ഷെയർ ചെയ്യണ്ട. ചിലരൊക്കെ ഉണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് പുതിയണ്ണനോടൊരു ചോദ്യം, അല്ലടി എനിക്ക് കുറച്ച് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, എനക്കോ? എനിക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പറയല്ല. എന്നിട്ട് ഇവളെ കൊണ്ട് പറയിപ്പിക്കുക. ഇവള് കുടുങ്ങിയിട്ട് പറയാ, പിന്നെ ഇവളെ പൊരി കൊണ്ടാക്കുക. എന്തേ അതിന്റെ ആവശ്യം? എന്തേ അതിന്റെ ആവശ്യം? നീ ഇത് ചോദിക്കാൻ പാടില്ലല്ലോ. തെറ്റ് ചെയ്യുന്നതൊരു തെറ്റാണ്, അത് പറയുന്നത് വേറൊരു തെറ്റാണ്, ചോദിക്കുന്നത് ഗൗരവമുള്ള തെറ്റാണ്. ജീവിതത്തിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും, മനുഷ്യന്മാരാണ്. അത് ചോദിക്കണ്ട, നീ ചികഞ്ഞ് അന്വേഷിക്കും വേണ്ട. അവളെ ഫേസ്ബുക്ക് അക്കൗണ്ട് നീ ട്രേസ് ചെയ്യണ്ട, ട്രാക്ക് ചെയ്യണ്ട. ഇവന്റെ ഓള് നോക്കണ്ട. അള്ളാഹുലേക്ക് മടങ്ങി നമ്മൾ നല്ല മനുഷ്യന്മാരായിട്ട് മടങ്ങല്ലേ. ഹലാലിലേക്ക് നമ്മൾ എത്തിയില്ലയോ? ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ കാലത്തേക്ക് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഇങ്ങനെയാണ് അവർ ചിന്തിക്കേണ്ടത്. എന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യേണ്ടത്? സീക്രട്ട് എല്ലാം കൈമാറണ്ട. തിന്മയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് ആരോടും പറയണ്ട. അള്ളാഹുവിനോട് പറയാ, മാപ്പ് ചെയ്ത് ചോദിച്ചു, അള്ളാഹുനോട് മാപ്പ് ചോദിച്ചു, അള്ളാഹു മാപ്പ് ചെയ്യുമാറാകട്ടെ. അപ്പോ ഇങ്ങനെയാണ് വിഷയങ്ങൾ. മുഅ്മിനീങ്ങളെ, നാളെ യുഅറഫുൽ മുജ്രിമൂന ബിസിം. ചിലർക്ക് നാറ്റമാണ്, ചിലരുടെ നടത്തത്തിന്റെ കോലം അങ്ങനെയാ. ചിലർ ചുമന്നുകൊണ്ടുവരുന്നുണ്ട്, ഇങ്ങനെ ചിലർക്ക് രക്തമൊലിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നാളെ പരലോകത്ത് വരുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സായിലു മഅൽ ഗിന. സമ്പത്ത് ഉണ്ടായിട്ട് ഒരാൾ യാചിച്ചു വാങ്ങിയാൽ അവര് പ്രത്യേക നാൾ അറിയപ്പെടുന്നതാണ്. സമ്പത്തുണ്ടായിട്ട് ഈ വിസിറ്റ് വരുന്ന ആൾക്കാരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുപാട് സഹായിക്കുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കും വേണം. പക്ഷെ വരുന്നവരോട് പറയാനാ, എങ്ങാനും വല്ല കേൾക്കാൻ അവസരം ഉണ്ടെങ്കിൽ അള്ളാഹു ജീവിച്ചു പോകാൻ മൈഷത്ത് തന്നിട്ടുണ്ടോ? പിന്നെ ഇവിടെ അതും പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? കൃത്യമായ ഒരു കാരണമില്ലാതെ ഇത് ഒരു തരം യാചനയല്ലേ. അത് ഉസ്താമാരി അയച്ചാലും സാധാരണക്കാര് വന്നാലും യാചന തന്നെയാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പണ്ഡിതന്മാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറുതെ കിട്ടുകയാണെങ്കിൽ വന്നോട്ടെ. സാധാരണക്കാരും ഉസ്താദന്മാരെ സ്നേഹിക്കുന്നു, അൽഹംദുലില്ലാഹ്, അവർക്കതിന് കൂലിയും കിട്ടും. പക്ഷേ ജീവിച്ചു പോകാൻ അള്ളാഹു വകുപ്പ് തന്നിട്ടുണ്ട്. ഇപ്പൊ കാര്യമായ കുഴപ്പമൊന്നുമില്ല.
കുട്ടിനെ കെട്ടിച്ച് ഉഷാറായി കഴിഞ്ഞതാ, 2 കുട്ടിനെ കെട്ടിക്കാനുള്ള പൈസ ബാക്കിയാ, എന്നിട്ടും അടുത്ത കുട്ടിന്റെ കല്യാണമെന്നാ പറഞ്ഞ് വരുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ സഅല വഹുവ ഗനിയ്യുൻ, ഒരാൾക്ക് സമ്പത്തുണ്ടായിരുന്നു എന്നിട്ട് അവൻ ഇരന്ന് വാങ്ങിച്ചാൽ യുഹ്ശറു യൗമൽ ഖിയാമ വഹിയ ഖമൂശുൻ ഫീ വജ്ഹിഹി, നാളെ മുഖത്തിങ്ങനെ ഒരാൾ മാന്തി എടുത്ത പോലെയുള്ള അടയാളം ഇത്തരക്കാരുടെ മുഖത്തുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തബ്റാനി തങ്ങൾ ഔസത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്. ഇത് വരുന്ന നമ്മൾ ആർക്കെങ്കിലും ഒരാൾ പറയാൻ ഇങ്ങനെ വിഷയമുണ്ട്, പ്രയാസമുണ്ട്, പിരിവിടണം, ആയിക്കോട്ടെ, ആൾക്ക് സഹായിക്കുന്നവർക്ക് എന്റെ കൂലി കിട്ടും. ഇത് ചെയ്യുന്നവർ എന്ത് ചെയ്യണം? ഞാൻ ഇതിന് അർഹനാണോ എന്ന് ആലോചിച്ചിട്ട് മാത്രം ഇതിന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതൊക്കെ നാളെ വലിയ സങ്കടത്തിന് കാരണം. ഇന്ന് 10 റുപ്യ ഏറെ കിട്ടുള്ളൂ. എന്താ അവസ്ഥകൾ! പൊരണ്ടാക്കി അതിന്റെ ഫ്ലോറിങ്ങിന്റെ പണി ബാക്കി വെച്ചിട്ട് ആ കാരണം പിരിവിന് വന്നിട്ടുണ്ടാവുക. ഒരു വ്യക്തിയുടെ ആവശ്യം വരാൻ ആരോടാ വന്ന് 20 കൊല്ലായി ഇവിടെ പണിയെടുത്ത് ജീവിച്ച് ഒരു 5 സെന്റ് വാങ്ങാൻ വകുപ്പില്ലാത്ത ആൾക്കാരായി സഹായിക്കുന്നത്. 20-25 കൊല്ലന്റെ പുരക്കൊന്ന് സീലിംഗ് വാർക്കാൻ വരെ പറ്റിയിട്ടില്ല, ടെറസ് വാർക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ആളുകളോടാ വന്ന് ചോദിക്കുക, എന്തിന്? അടിപ്പണി കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഉൽമ. ഇങ്ങനൊന്നും ചെയ്യരുത്. മസ്അലത്തുൻ, ഇങ്ങനെ യാചന ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. മുഅ്മിനീങ്ങളെ നമ്മൾ സഹായിക്കുക, സഹായം ചോദിച്ചു വന്നാൽ നമ്മൾ സഹായിക്കണം. പക്ഷേ സഹായം ചോദിച്ചു വരുന്നവർ മനസ്സിലാക്കേണ്ട ഹദീസാ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഭംഗി അതാ. നിങ്ങളോട് ആര് ചോദിച്ചു വന്നാലും നിങ്ങൾ കൊടുക്കണം എന്നാ പരിശുദ്ധ ഖുർആൻ പറയാം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ നിങ്ങൾ കൊടുക്കണം. വലൗ കലിമതൻ ത്വയ്യിബ, നല്ലൊരു വാക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക. യാ അല്ലാഹ്, നല്ലൊരു വാക്കെങ്കിലും കൊടുക്കണം. പക്ഷേ ചോദിച്ചു വരുന്നവനോടായി പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ വന്നാൽ മൻ സഅല മസ്അലതൻ വഹുവ അൻഹാ ഗനിയ്യുൻ, ആവശ്യമില്ലാതെ ചോദിച്ചു, അതിന്റെ ഒരു ആവശ്യം ഇയാൾക്കില്ലായിരുന്നു. കാനത്ത് ശൈനൻ ഫീ വജ്ഹിഹി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഇത് വലിയ അടയാളമായി മുഖത്ത് ഇങ്ങനെ തെളിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളുടിക്കുന്നവരും മറ്റോരെ പറ്റി ഇനി പറയാനില്ല. യാ അല്ലാഹ്, മൻ ശരിബ ഖംറൻ, മദ്യപിക്കുന്ന ആളുകൾ വരുന്നത് ദാഹിച്ചിട്ട് ഇങ്ങനെ ശ്വാസം വിടുന്നുണ്ടാവും. അടുത്തുള്ളോ പടച്ച റബ്ബേ, അള്ളാഹു ഹലാലാക്കിയ ആയിരക്കണക്കിന് ഹലാലിന്റെ പാനീയങ്ങൾ ഉണ്ടായിട്ട് ഹറാമ് കുടിച്ച മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയേക്കണം. കള്ളു കുടിച്ചവനാണ് ഈ ദാഹം കയറിയിട്ട് വരികയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ശരിബൽ ഖംറ, ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, മൻ ശരിബൽ ഖംറ അതാഅതു ഷാനൻ യൗമൽ ഖിയാമ, പരലോകത്ത് വരുമ്പോൾ അവൻ ദാഹിച്ചു വലഞ്ഞവനാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താണ് ഇപ്പൊ നമ്മൾ ഇരിക്കുക, വെള്ളം കുടിച്ച് ദാഹല്ലാതെ നമ്മൾ ഇരിക്കുന്നത്? നമ്മൾ കുറെ നേരത്തേക്ക് വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ ഈ ദുന്യാവിലെ ദാഹത്തിന്റെ കാഠിന്യം എന്താ?